ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വൻ സ്രാവുകൾ ഉൾപ്പെട്ടെന്ന് താൻ വിശ്വസിക്കുന്നതായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 2 ദേവസ്വം പ്രസിഡന്റുമാർ മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ കൊള്ള നടത്താനാകുമെന്ന് കരുതുന്നില്ലെന്നും CBI അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശബരിമലയിൽ നടന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരം മോഷണമല്ലെന്നും അതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ടെന്നും വിദേശ വ്യവസായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങളെല്ലാം താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. വ്യവസായിക്ക് ഇത് നേരിട്ട് SITയോട് പറയാൻ സുരക്ഷ സംബന്ധിച്ച ചില ആശങ്കകളുണ്ടായിരുന്നു. അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് താൻ സംശയിക്കുവാൻ വേറെയും ചില കാരണങ്ങളുണ്ടെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. ക്ഷേത്രങ്ങളിലെ പഴയ വിളക്കുകളും ചെമ്പുപാത്രങ്ങളും മറ്റും ലേലം ചെയ്യാൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസു ഉത്തരവിറക്കിയിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന താൻ ഇതിനെ ശക്തമായി എതിർത്തു. ക്ഷേത്രങ്ങളിൽ സ്ഥലമില്ലെന്നായിരുന്നു അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ന്യായം. ഇത് കൂട്ടി വായിച്ചപ്പോഴാണ് ആന്റിക് കച്ചവടം ഇതിന്റെ പിന്നിലുണ്ടെന്ന് തനിക്ക് സംശയം വന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തന്റെ സംശയങ്ങൾ എത്രമാത്രം ശരിയാണെന്ന് അറിയില്ലെന്നും എല്ലാം അന്വേഷണ സംഘത്തിലൂടെ പുറത്തു വരട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.